സ്നേഹിച്ചു എന്നതുകൊണ്ട് മാത്രം നമുക്കൊരിക്കലും കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തെ രുചിച്ചറിയാൻ പറ്റുകയില്ല. പിന്നെയോ തിന്മയെ വെറുക്കാനും നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ദൈവിക അനുഗ്രഹത്തിന്റെ അവകാശികളായി നമുക്ക് കാണുവാൻ സാധിക്കൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം സേവിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മുടെ ഉള്ളത്തിലൊന്ന് കത്തുന്നില്ല എങ്കിൽ നന്മയ്ക്കും തിന്മയ്ക്കും നാം ഒരേപോലുള്ള പ്രാധാന്യമേ കൽപ്പിക്കുകയുള്ളൂ. കാരണം എന്താ? ലോക മനുഷ്യനും നാം തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്തവരായി നടക്കും. ദൈവ പൈതൃക മഹത്വം ലോക മനുഷ്യന്റെ ഉള്ളങ്ങളിലേക്ക് കത്തുകയില്ല. സാക്ഷ്യമില്ലാത്ത ഒരു ജീവിതമായി നമ്മുടെ യാത്ര മുന്നോട്ട് പോകുവാൻ അതിടയായി തീരും. രണ്ടാമത്, നീയും ഞാനും ആരാണെന്ന് തിരിച്ചറിയണം. ദൈവമക്കളുടെ പദവി എന്താണെന്ന് തിരിച്ചറിയണം. ദൈവമക്കളുടെ പദവി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നാടോടുമ്പോൾ നടുവേ ഓടുന്നവരായി തീരുകയില്ല. നമ്മൾ ഒരിക്കലും ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നുന്നവരായി മാറുകയില്ല. പിന്നെയോ എന്തിന് ഓടുന്നെന്ന് തിരിച്ചറിഞ്ഞ ഓടാൻ തുടങ്ങും. എന്ത് തിന്നുന്നെന്ന് തിരിച്ചറിഞ്ഞ വേർപാടിന്റെ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമ്മളെ കാണുന്നവരും കേൾക്കുന്നവരും പറയാൻ തുടങ്ങും, ഇതാ അവരോടുകൂടെ ജീവിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. വേർപാടില്ലാത്ത ജീവിതം കൊണ്ട്, വിശുദ്ധിയില്ലാത്ത ജീവിതം കൊണ്ട് നമുക്കൊരിക്കലും ക്രിസ്തുവിനെ ഉയർത്താൻ കഴിയുകയില്ല. അനേക ക്രിസ്ത്യാനികൾ ഈ ലോകത്തുണ്ട് എങ്കിലും സ്വർഗം പറയുന്നു ചുരുക്കം ചിലർക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കുന്നതാ സ്വർഗം. അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരുക്കി വെച്ചിട്ടുള്ളതല്ല. കാരണം എന്താ? ചുരുക്കം ചിലർ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ക്രിസ്ത്യാനി എന്ന പേരുണ്ട്, വെളിപ്പേരുണ്ടെങ്കിലും ക്രിസ്ത്യാനിയുടെ മഹത്വം ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ അവൻ വരുമ്പോൾ, കാഹളനാദം ഉയരുമ്പോൾ നമുക്ക് ഉയരുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് പ്രാപിക്കുന്നത്, നമ്മൾ ആരാണെന്നുള്ള വെളിപ്പാട് പ്രാപിച്ചു വരുന്നത്. വളരെ ഞാൻ സാധ്യനായിരിക്കുന്ന അവസരത്തില് ബൈബിൾ കോളേജിലേക്ക് പോകുമ്പോൾ ആ വർഷിപ്പ് സെന്ററിന്റെ സൈഡില് ഒരു മനുഷ്യൻ നിൽക്കും. നല്ല ഹൈറ്റ്, നല്ല വെയിറ്റുമുള്ള ഒരാൾ. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും ചില ഇടങ്ങളിൽ എന്റെ കണ്ണുകൾ നിറയ്ക്കാറുണ്ട്. എങ്കിലും ഞാൻ അവരോടൊന്നും സംസാരിക്കാറില്ല. ഞാൻ യാത്ര മുന്നോട്ട് പോകും. അപ്പൊ ഞാൻ അയാളെ നോക്കുമ്പോൾ തന്നെ അയാൾ എന്നെ ശ്രദ്ധിച്ചെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഞാൻ മുന്നോട്ട് പോകും. ഒരാഴ്ച ഇതേപോലെ യാത്ര തിരിക്കുമ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ, അച്ഛനോടൊരു കാര്യം പറഞ്ഞു, അച്ഛനൊന്ന് നിൽക്കാമോ? ഞാൻ നിന്നു. എന്ത് പറ്റി ബ്രദറെ എന്ന് ചോദിച്ചു. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ടോ? ആ വ്യക്തി ആരാണെന്ന് തിരിച്ചറിഞ്ഞ സ്വർഗം നമ്മളോട് ഇടപെട്ടതാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിനുള്ളൊരു അവസരം വെളിപ്പെടാതെ ഈ വ്യക്തിയുമായി സംസാരിക്കാൻ കഴിയുമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ഇടപെടൽ. അയാൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അച്ഛാ, സ്വർഗം എന്നോട് സംസാരിച്ചു. ആ കാണുന്ന സഭയ്ക്കുള്ളിൽ പോയി, വേർപെട്ട സഭയ്ക്കുള്ളിൽ പോയി ആരാധിക്കുവാൻ ഞാൻ ചെന്ന ഓരോ സഭകളിലും കയറി ഇറങ്ങി നോക്കിയെങ്കിലും എനിക്ക് ആരാധിക്കുവാൻ കഴിയുന്നില്ല. അവിടെയൊന്നും എനിക്ക് ആരാധന വെളിപ്പെടുന്നില്ല അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ ഈ പുറത്തു വന്ന് നിന്ന് ഇങ്ങനെ നോക്കുന്നത്, എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? ആരായാൾ? ബോംബെയിൽ നിന്നും സ്തോത്രം തന്റെ മാർത്തോമാ സഭയിലെ ഒരു അംഗമായിരിക്കുന്ന ഈ മനുഷ്യൻ, ദൈവം അവനെ സൗദിയിൽ നിന്ന് ദുബായിൽ കൊണ്ടുവന്നു. ദുബായിൽ കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യൻ ഏകദേശം 2 വർഷമായി നിയമ കുരുക്കിൽപ്പെട്ട് കിടക്കുക. എന്നാൽ ഈ മനുഷ്യനുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ദൈവാത്മാവിന്റെ വ്യാപാരം വെളിപ്പെടുന്നുണ്ടോ? ദർശനങ്ങളുണ്ടോ? വെളിപ്പാടുകളുണ്ടോ? എന്നാൽ ഈ വ്യക്തിയോട് ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ടോ? സഹോദര, നിങ്ങൾ മനുഷ്യരെ നോക്കുന്നത് എന്തിനാ? നിങ്ങൾ ദൈവത്തെ നോക്കിയാൽ പോരെ. നിങ്ങളോട് പറഞ്ഞയച്ച ദൈവത്തിന് മഹത്വം കൊടുത്ത് നിങ്ങൾക്ക് അവിടെ ആരാധിച്ചാൽ പോരെ.
അയാൾ പറഞ്ഞില്ല അച്ഛാ, എനിക്കൊരു സന്തോഷം വേണ്ടേ എന്ന് പറഞ്ഞ അയാൾ വീണ്ടും അവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ദുബായിൽ ആരാധനയ്ക്ക് പോയി, ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഏകദേശം ഒരു 10 മണിയാകും. അദ്ദേഹം എന്നെ വിളിച്ചു, അച്ഛാ എനിക്ക് ഒന്നുകൂടെ അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അയാള് ഞാൻ പറഞ്ഞൊരു 10 മണിക്ക് വീട്ടിൽ കൊണ്ട് ചെന്ന് ഈ മനുഷ്യരുമായി സംസാരിച്ചപ്പോൾ ഇദ്ദേഹം സ്നാനത്തിന് സമ്മതം കൊടുത്തു. വീണ്ടും ജനിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവിക ശക്തിയുടെ അളവറ്റ വലുപ്പം നീ തിരിച്ചറിയുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്ഥാനമെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട, 1 മാസം കൂടെ വെയിറ്റ് ചെയ്യ്, അത് കഴിഞ്ഞിട്ട് സ്ഥാനം എടുക്കാമെന്ന് പറഞ്ഞു. കാരണം എന്താ, ഒരാൾ ചാടിക്കേറി സ്ഥാനം എടുക്കണമെന്ന് പറയുമ്പോൾ എടുത്തു കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. കാരണം അവൻ സ്ഥാനത്തെ കുറിച്ച് പഠിക്കണം, വീണ്ടും ആ ദൈവത്തെ അറിയേണ്ട രീതിയിൽ അറിയണമെന്ന് പറഞ്ഞ ഞാൻ അല്പം കൂടെ ഡിലേ ഇട്ട ഞാൻ അങ്ങോട്ട് പോയി, മനുഷ്യൻ ഇറങ്ങിപ്പോയി. എന്നാൽ 10 ദിവസം കഴിഞ്ഞ ഞാൻ അടുത്തൊരു ചർച്ചിൽ, അതായത് യൂണിയൻ ചർച്ചിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു സഭയിൽ സ്ഥാനമെടുക്കാൻ ഈ മനുഷ്യനിരിക്കുക. ഒരു 10-15 പേരവിടെ ഇരിപ്പുണ്ട്. അവരുടെ ഇയാളിരുന്നു. എന്നെ കണ്ടു ഓടി വന്നു, അച്ഛാ ഞാൻ സ്ഥാനമെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടെ സംസാരിക്കുന്ന ഈ മനുഷ്യരെ എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്നെ കാണുന്നതിന് മുമ്പ് വരെ ചെയിൻ സ്മോക്കർ ആയിരുന്ന ഈ മനുഷ്യൻ ആ ചെയിൻ സ്മോക്കിംഗ് വിട്ടു തന്റെ നിയമക്കുരുക്കളിൽ നിന്ന് പരിപൂർണമായി വിടുതൽ പ്രാപിച്ചു. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നവന്റെ ജീവിതത്തിന് മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ രുചിച്ചറിഞ്ഞ അവൻ സ്തോത്രം ചാർജ് വിട്ടുപോകുവാനിടയായി തീർന്നു. അപ്പൊ ജീവിതം കൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ ഉയർത്തുവാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ സാക്ഷികളായി മാറുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിലോ വാചക കസത്തുകളിൽ ഒതുങ്ങി നമ്മൾ വഴിയാത്രകളിൽ തകർന്നു പോകുവാൻ ഇടയായി തീരുമെന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് വായിക്കാം.